നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കനത്ത സുരക്ഷയോടെ വോട്ടെണ്ണൽ. സ്ട്രോങ് റൂം 7 മണിക്ക് തുറന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദ് സമദ് സമദാനിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ. ജനാധിപത്യ വിശ്വാസികൾ ഉറപ്പിച്ച വിജയമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. ആഘോഷമായി പ്രവേശനോത്സവം. താനൂർ ബോട്ട് അപകടം. ഉദ്യോഗസ്ഥരോട് സത്യവാങ്മൂലം നൽകാൻ ജുഡീഷ്യൽ കമ്മീഷൻ നിർദ്ദേശം. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. വിശദമായ വാർത്തകൾ. കനത്ത സുരക്ഷയോടെ വോട്ടെണ്ണൽ. സ്ട്രോങ് റൂം 7 മണിക്ക് തുറന്നു. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ 8 മണിയോടെയാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയത്. തിരൂർ SSM പോളിടെക്നിക് കോളേജിലാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണുന്നത്. കനത്ത സുരക്ഷയോടെയാണ് വോട്ടെണ്ണൽ. എല്ലാ നിയോജക മണ്ഡലത്തിലെയും വോട്ടുകൾ ഒരുമിച്ചാണ് എണ്ണിത്തുടങ്ങിയത്. മുഴുവൻ ടാബുകളിലെയും വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ഓരോ റൗണ്ടിന്റെ ഫലമറിയുന്ന രീതിയിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരുന്നത്. വെട്ടം ന്യൂസ്, തിരൂർ. പൊന്നാനി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദ് സമദ് സമദാനിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ. വോട്ടെണ്ണൽ നടക്കുന്ന തിരൂർ പോളിടെക്നിക് കോളേജിന് മുന്നിലാണ് പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തിയത്. താനൂർ നിയോജക മണ്ഡലം അതുപോലെ തിരൂർ നിയോജക മണ്ഡലമൊക്കെ തന്നെ കഴിഞ്ഞ തവണത്തേക്കാളും നൽകിയ ഭൂരിപക്ഷത്തിൽ കൂടാൻ സാധിക്കും. ഇപ്പോൾ 20,000 ചില്ലാനം കഴിഞ്ഞു. 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ താനൂർ മണ്ഡലം 20,000 21,000 അടുത്ത് കൃഷിക്കും. അതേപോലെ തന്നെ തിരൂരും വന്നു. നല്ല ഭൂരിപക്ഷം മറികടക്കാൻ സാധ്യത കാണുന്നുണ്ട് ഇപ്പോഴത്തെ ടെൻഡൻസി. അല്ല, സംസ്ഥാനത്തെ വിഷയമല്ല, ഇടതുപക്ഷത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വിജയത്തിൽ കൂടിയിട്ടാണ്. അത് നേരത്തെ UDF നേതാക്കന്മാർ പറഞ്ഞു. അല്ലേ, അത് ഏറ്റവും വലിയ തെളിവാണല്ലോ. കേരളത്തിൽ പിണറായി വിജയൻ്റെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ K. സുധാകരൻ ആ 5ാം റൗണ്ട് കഴിഞ്ഞപ്പോൾ ലീഡാണ്. അതിലപ്പുറം എന്താ, ഈ സർക്കാരിനെതിരെയും ഈ മുഖ്യമന്ത്രിക്കെതിരെയും കേരളം വിധി എഴുതി എന്നത് ഈ
സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ വിധി എഴുതി കഴിഞ്ഞു. കെ സുധാകരനാണ് ലീഡ്. കേരളം ഉറ്റുനോക്കുകയാണ്. ആരാണ് ലീഡ് ചെയ്തിരിക്കുന്നത്? ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയന്റെ നിയോജക മണ്ഡലത്തിൽ 5ാം റൗണ്ടോ 6ാം റൗണ്ടോ എണ്ണി കഴിഞ്ഞപ്പോൾ കെ സുധാകരൻ ലീഡ് ചെയ്തിരിക്കുന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിനേക്കാൾ വലുതെന്താ വേണ്ടത്? ജനാധിപത്യ വിശ്വാസികൾ ഉറപ്പിച്ച വിജയമെന്ന് കുറുക്കോളി മൊയ്തീൻ MLA. UDF പ്രതീക്ഷിച്ച വിജയം. കേരളത്തിൽ മുന്നേറ്റം നടത്തി. എക്സിസ്റ്റ് പോൾ ഫലം തമാശയായി കാണുന്നുവെന്ന് MLA പറഞ്ഞു. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ഉറപ്പിച്ചൊരു വിജയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ UDFന് നല്ലൊരു വിജയം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ കണക്കുകൂട്ടുന്നു. അത് പൂർത്തീകരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് ലഭിക്കുന്ന വിധത്തിലൂടെ സാധ്യമാകൂ. അയൽ സംസ്ഥാനങ്ങളിലൊക്കെ തമിഴ്നാട്ടിലും അതേപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും നല്ല മുന്നേറ്റം നടത്തുകയാണ്. ഇന്ത്യ മുന്നണിക്ക് ഏറെ സീറ്റുകൾ നേടാൻ കഴിയും. കേരളമാണ് നമ്മുടെ ഒരു തട്ടകം. കേരളത്തിൽ UDF ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ അവസാനിപ്പിച്ചപ്പോൾ ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടേക്ക് നമ്മുടെ വിജയനില എത്തിച്ചു. ഇതൊക്കെ ഒരു തമാശകാരി മാത്രമായിട്ട് ഞങ്ങൾ നിർണ്ണയിക്കുന്നു. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമാണോ തീർച്ചയായും കേരളത്തിൽ കടുത്ത ഭരണവിരുദ്ധത നിലനിൽക്കുന്ന ജനങ്ങളിൽ വലിയ വികാരം ഉയർന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 അംഗങ്ങളുമായി സഭയിലെത്തിയ മുന്നണിയാണ് അപ്പുറത്ത് പതറി നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്. അറിവിന്റെയും കളിച്ചിരികളുടെയും പുതുലോകം തുറന്ന് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. മലപ്പുറം ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും വിവിധ ആഘോഷങ്ങളോടെയാണ് പുതിയ വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. മലപ്പുറം കോട്ടപ്പടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു മലപ്പുറം ജില്ലാതല പ്രവേശനോത്സവം. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സാഹചര്യത്തിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായാണ് പ്രവേശനോത്സവ ചടങ്ങ് സംഘടിപ്പിച്ചത്. മേൽമുറി GMUP സ്കൂൾ 3ാം ക്ലാസ്സിലെ ഭിന്നശേഷി വിദ്യാർത്ഥി നൂറ മറിയം കഥ പറഞ്ഞ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സമാന്തരമായി ബിഗ് ക്യാൻവാസിൽ ചിത്രം വരച്ച് ഹയർ സെക്കൻഡറി മേഖല ഉപമേധാവി ഡോക്ടർ PM അനിൽ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ KP രമേഷ് കുമാർ, VHSC അസിസ്റ്റന്റ് ഡയറക്ടർ PT ലിസി, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ സലിമുദ്ദീൻ, കൈറ്റ് കോർഡിനേറ്റർ TK അബ്ദുൾ റഷീദ്, വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് K എന്നിവരും ഉദ്ഘാടനത്തിൽ പങ്കാളികളായി. HSS മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ P കൃഷ്ണദാസ്, AEOമാരായ സന്തോഷ് കുമാർ, ജോസ്മി ജോസഫ്, മലപ്പുറം VPC മുഹമ്മദ് അലി, സ്കൂൾ ഹെഡ്മിസ്ട്രസ്മാരായ V നദീറ, VT ഉഷ, PTA പ്രസിഡന്റുമാരായ PK ബാവ, CK റിയാസ്, GGHSS മലപ്പുറം SMCU ജാഫർ, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. SSK ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ P മനോജ് കുമാർ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പൽ VP ഷാജു നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് മലപ്പുറം. താനൂർ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് മൊഴിക്ക് പകരം സത്യവാങ്മൂലം നൽകാൻ തിരൂരിൽ നടന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ സിറ്റിംഗിൽ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് VK മോഹനനും കമ്മീഷൻ അംഗവുമായ ഡോക്ടർ AP നാരായണനും നിർദ്ദേശം നൽകി.
കേസിലെ പ്രതികളോട് മൊഴിയും വക്കാലത്തും നൽകാൻ നിർദ്ദേശിച്ചു. അടുത്ത സിറ്റിംഗ് നടക്കുന്ന ജൂലൈ 3 എല്ലാവരും സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് ഉത്തരവ്. ജലഗതാഗത അതോറിറ്റിയെ പ്രതിനിധീകരിച്ച് ഹാജരായ എഞ്ചിനീയർ സത്യവാങ്മൂലം നൽകാൻ സമയം നീട്ടി നൽകാൻ ആവശ്യപ്പെട്ടു. ജൂലൈ 3 അവസാന തീയതിയായി നൽകി. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം കളക്ടർക്ക് വേണ്ടി തിരൂരിലെ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ സിറ്റിംഗിൽ ഹാജരായി. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. 11 കിലോ കഞ്ചാവ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടെടുത്തു. തിങ്കളാഴ്ച 2 ബാഗുകളിലായി സൂക്ഷിച്ച കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പരിശോധനയിൽ കണ്ടത്. പലതവണയായി കിലോ കണക്കിന് കഞ്ചാവ് കണ്ടെടുത്തിരുന്നു. തിങ്കളാഴ്ച 2 ബാഗുകളിലായി സൂക്ഷിച്ച കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് പരിശോധനയിൽ കണ്ടത്. പ്രതിയെ പിടികിട്ടിയില്ല. RPF SI KM സുനിൽകുമാർ, ASI-മാരായ സജി അഗസ്റ്റിൻ, ഹരിഹരൻ, ഹെഡ് കോൺസ്റ്റബിൾമാരായ പ്രവീൺ, ഷാജി, കോൺസ്റ്റബിൾ നന്ദകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർ അജയ് കുമാറും സംഘവും ചേർന്നാണ് പരിശോധന നടത്തി കഞ്ചാവ് കണ്ടെടുത്തത്. വെട്ടം ന്യൂസ്, തിരൂർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.